ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഒട്ടേറെ കോംപ്ലക്സായ പല അഭിപ്രായങ്ങൾക്ക് സാധ്യതകളുള്ള ഒരു വിഷയമാണ്. ഏത് ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റുകൾ എടുത്താലും അതിൽ പലതരം അഭിപ്രായങ്ങൾ പോസിബിളാണ്. എന്നാൽ യാതൊരു തരത്തിലും ഒരു അപ്പോളജറ്റിക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതില്ലാത്ത ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഫലസ്തീൻ വിഷയമാണ് എന്ന് നമുക്ക് 100% ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ചരിത്രപരമായും അതുപോലെ തന്നെ മറ്റേത് തരത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും സമ്പൂർണമായ ഒരു വംശഹത്യ, യാതൊരു നിലക്കും ന്യായീകരണങ്ങൾക്ക് യാതൊരു സ്കോപ്പുമില്ലാത്ത ഒരു വംശഹത്യയാണ് ഇന്ന് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഏറെക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രമേൽ കൃത്യമായ, അത്രമേൽ വ്യക്തമായ ഒരു വിഷയത്തിൽ പോലും അതിനുവേണ്ടി ന്യായീകരിക്കുന്ന ആളുകളെ നമുക്ക് ചുറ്റിലും കാണുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആയിരിക്കണം അത്തരക്കാരെ നാം നോക്കിക്കാണേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു സംസാരത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എങ്ങനെയാണ് 69,000-ഓളം ആളുകളെ കൊലപ്പെടുത്തിയ, അതിൽ തന്നെ 20,000-ഓളം ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതിനെ ആളുകൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമുക്കൊക്കെ ഒരു അത്ഭുതമാണ്. പക്ഷെ അത്തരക്കാരോട് സംസാരിച്ചാൽ അവരുടെ ന്യായങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവരെ നയിക്കുന്നത്, എന്താണ് ഇവരുടെ തലയിൽ എന്നുള്ളത്. ഇത് മനസ്സിലാകാൻ എങ്ങനെയാണ് ഇവർ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വംശഹത്യ ആസ്വാദകർ, ഈ വംശഹത്യ ആസ്വാദകരുടെ മനസ്സെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ സമൂഹത്തിൽ അവരുടെ പ്രൊപ്പഗണ്ട വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകാൻ ആദ്യം നിങ്ങളൊരു വീഡിയോ കാണാം. Alleinstehende Frauen und Mädchen machen es sich in ihrem Frauenheim gemütlich. In contrast to reality, the Nazi propaganda film of 1944 shows women being quartered in a residential hut. It does not show the horribly overfilled barracks and attics where most of the inmates lived, only those sleeping quarters specially prepared for the film. Instead of the omnipresent 3-tiered bunks, one sees only 2-tiered bunks. The top bed has been removed for the filming. Where in reality 20 people squatted round a table were now sat only 6, apparently enjoying a life of leisure in the style of a feature movie. To make it all seem less overcrowded, the SS had created space by deporting several thousand inmates to Auschwitz. The film simply does not convey how the inmates really experienced life in these huts. നമ്മളിപ്പോൾ കണ്ടത് ഹിറ്റ്ലറും അല്ലെങ്കിൽ നാസികളും ചിത്രീകരിച്ചിട്ടുള്ള ചില രംഗങ്ങളാണ്. ആ രംഗങ്ങളിൽ അവർ ലോകത്തിലേക്ക് പകർന്നു നൽകിയ ആ വീഡിയോകളിലൂടെ അവർ ശ്രമിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, നാസി ജർമ്മനിയിൽ ദേ ആർ ഹാപ്പി ജ്യൂസ്, അവിടെ ജൂതന്മാരായ ആളുകൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പ്രൊപ്പഗണ്ട ഫിലിമിന്റെ തന്നെ ടൈറ്റിലായി അവർ കൊടുത്തത് ദ ഫ്യൂറർ ഗിവ്സ് സിറ്റീസ് എ സിറ്റി ടു ദ ജ്യൂസ്. ജൂതന്മാർക്ക് ഒരു സിറ്റിയൊക്കെ തുറന്നു കൊടുത്തുകൊണ്ട് അവിടെയുള്ള സിംഗിൾ വിമണ്ണൊക്കെ വളരെയധികം നല്ല രൂപത്തിൽ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നു, മഹാനായ ഫ്യൂറർ ഹിറ്റ്ലർ എന്ത് ചെയ്യാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജൂതന്മാരെ അത്രമേൽ നല്ല രൂപത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് ഉള്ള ഒരു പ്രൊപ്പഗണ്ട ആ ഫിലിമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇതിലൊരു രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫിലിമിൽ ചിത്രീകരിച്ച ആളുകൾ പോലും ഏതാനും 2 ആഴ്ച മുതൽ 2 മാസത്തിനുള്ളിൽ സമയത്തിനുള്ളിൽ ഈ ഫിലിമിലുള്ള ആ സ്ത്രീകളെ അടക്കം എന്ത് ചെയ്തു, മൂപ്പര് കൊന്നുകളഞ്ഞു. അപ്പൊ ഇതാണ് ഈ പ്രൊപ്പഗണ്ട എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം. മറ്റൊരു ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ചിത്രത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു നല്ല പാർക്കിലെങ്ങാനും നല്ല കളിക്കുന്ന കുറച്ച് കുട്ടികളും അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന കുറച്ച് ആളുകളെയാണ് നമുക്ക് തോന്നുക, ആ ഫോട്ടോ കണ്ടാൽ തോന്നുക. ഇതായിരുന്നു ജർമ്മനി അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ജൂതന്മാർ ജർമ്മനിയിൽ ജീവിക്കുന്നത് എന്നുള്ളതിന് തെളിവായി പുറത്തേക്ക് കൊടുത്തത്. പക്ഷേ ഈ സ്ഥലം എന്ന് പറയുന്നത് തെറാസിൻ ഗെറ്റോ എന്ന് നമ്മൾ പറയുന്ന തെറാസിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണിത്. ഇത് എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ, റെഡ് ക്രോസ്, ആഗോള സംഘടനകളായിട്ടുള്ള റെഡ് ക്രോസ് പോലുള്ള സംഘടനകൾ ജർമ്മനിയിലേക്ക് ഇൻസ്പെക്ഷന് വരികയാണ്.
എന്നിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കുമ്പോൾ അവിടെയുള്ള ജൂതന്മാർ അവർക്ക് ലേബർ ക്യാമ്പുകളൊക്കെ ആക്കിയിട്ട് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ജോലി ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചൊന്ന് ആസ്വദിക്കാനും അല്ലെങ്കിൽ കുറച്ചൊന്ന് വിശ്രമിക്കാനൊക്കെ ഉള്ള കുറച്ച് സെന്ററുകൾ മാത്രമാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി റെഡ് ക്രോസിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു തറാസിൽ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ റെഡ് ക്രോസ് വന്നു, ഇവിടെ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകളെയും കൊന്നുകളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഈ രൂപത്തിലാണ് ഈ വംശഹത്യ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ക്രൂരത ചെയ്യുന്ന ആളുകൾ അവർ ലോകത്തോട് ചില ഇമേജുകൾ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതാനും ചില വീഡിയോകളോ അല്ലെങ്കിൽ ചില പ്രൊപ്പഗണ്ട ഇമേജുകളോ വെച്ചുകൊണ്ട് ആ രൂപത്തിലാണ് അവരുടെ വംശഹത്യയെ ന്യായീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഹിറ്റ്ലറിന്റെ കാലം തൊട്ടേ അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണ് ജർമ്മനിയുടെ ഒരു യാഥാർത്ഥ്യം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ വംശഹത്യയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതേ പാറ്റേൺ ഈ വംശഹത്യ ആസ്വാദകരുടെ ഭാഗത്ത് നിന്നും ഇതേ പാറ്റേൺ ആണ് നമുക്ക് ന്യായീകരണത്തിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ അതിനുവേണ്ടി വാദിക്കുന്ന വിഷയത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ഇതേപോലെ വേറൊരു വീഡിയോ അത് പണ്ടത്തെ ഹിറ്റ്ലറിന്റെ കാലത്താണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വംശഹത്യ ആസ്വാദകർ എന്തൊക്കെയാണ് വംശഹത്യ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾ കേട്ടോളൂ. അഹദ് തമീമി എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഇവർ വളരെ ചെറിയ പ്രായമായിരുന്ന സമയത്ത് ഇസ്രയേലി പട്ടാളക്കാരെ ആക്രമിക്കുകയും അവരെ മർദ്ദിക്കാൻ ചെയ്യില്ലേ, അവരെ സഹോദരനെ പിടിച്ചു വെക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവരെ മർദ്ദിക്കാൻ ചെന്നു എന്നാണ് പറയുന്നത്. ഇവർ വളരെ ഫേമസ് ആയി. ഒരു 10-16 വയസ്സായപ്പോൾ അവരെ 18 വയസ്സങ്ങായപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു, കോടതിയിലൊക്കെ ഹാജരാക്കി. സൂപ്പർ സ്റ്റാർ ആണ്. ഇവരെ CNN ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്നു. CNN ഇന്റർവ്യൂ ചെയ്തവരിതാണ് അവിടെ കാണുന്നത്. നിങ്ങൾ അവരുമായിട്ട് ഇരിക്കുന്നതാണ്. അപ്പം ഇവരെ ഈ ഒരു ദൃശ്യം കാണുമ്പോൾ 2 വാർത്ത ഉണ്ട്. ഒന്ന്, ആ ഇസ്രായേലി പട്ടാക്കാരെല്ലാം നോക്കൂ, ഈ കുട്ടി ഇങ്ങനെ ഇടിക്കാൻ ചെല്ലുമ്പോൾ 2-3 ഇടിക്കുന്നുണ്ട്. അവർ വളരെ സൗമ്യമായിട്ട് ഇവർ പറയുന്നതും കേട്ട് ഇടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതേ കുട്ടി തന്നെ അവൾക്ക് 12 വയസ്സുള്ളപ്പോൾ ഒരു ഇസ്രായേലി പട്ടാളക്കാരന്റെ ചെവിട്ടത്തടിക്കുന്നുണ്ട്. അവനും അടി കൊണ്ടുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു വനിതാ പട്ടാളക്കാരുമായിട്ട് തർക്കിക്കുന്നതാണ്. അപ്പൊ ഇത് മൊത്തത്തിൽ 2 അഭിപ്രായമാണ് ഇസ്രായേലിൽ. ഒന്ന്, നിങ്ങൾ ഇങ്ങനെ കൊണ്ടുകൊണ്ട് പോയത് ശരിയായല്ല, ഇസ്രായേലിനാണ് അടിയേറ്റത്. മറ്റൊന്ന്, നിങ്ങൾ ഒരു സൈന്യത്തിന് ഇത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള മാനവിക മുഖമുള്ള ഒരു സമൂഹം അല്ലെ ഒരു സൈന്യം, അത് കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെ ചെറുപ്പക്കാർ ചെയ്യുമ്പോൾ നമ്മൾ മാറി നടക്കണം എന്നുള്ളൊരു ബോധ്യമുള്ള ഒരു സമൂഹം എന്നുള്ള 2 അഭിപ്രായം വരുന്നുണ്ട്. കണ്ടില്ലേ എത്ര സിവിലൈസ്ഡ് ആയിട്ടുള്ള സൈന്യം നോക്കണം. 10-25,000 കുട്ടികളെ കൊന്നിട്ടേ ഉള്ളൂ. 25,000 കുട്ടികളെ കൊന്ന ആ സൈന്യം വളരെ സിവിലൈസ്ഡ് ആണ്. എന്താ അതിനുവേണ്ടി കുറച്ച് ഇമേജസ് ഉണ്ട്. എന്താ ഒരു കുട്ടി അടിക്കുമ്പോൾ ഒന്നും ചെയ്യാത്ത പാവം ഇസ്രായേലി സോൾജേഴ്സ്. ഏത് സോൾജേഴ്സിനെ കുറിച്ചായി പറയുന്നത്? 25,000-ഓളം അല്ലെങ്കിൽ 20,000-നും 25,000-ഓളം ചെറിയ കുട്ടികൾ, അതിൽ തന്നെ 0 ഏജ് ആയിട്ടുള്ള കുട്ടികൾ 10,000-ഓളം. എന്നുവെച്ചാൽ ലോകം എന്താണെന്ന് ചിന്തിക്കാൻ പോയിട്ട് ജനിച്ചു വീണിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള 10,000-ഓളം കുട്ടികളെ കൊന്ന ലോകത്തെ വംശഹത്യാ സേനയെ വിളിക്കുകയാണെന്ത്? മോസ്റ്റ് മോറൽ ആർമി. അത്രയും മോറലായ ആർമി, അത്രയും സിവിലൈസ്ഡ് ആയ ആർമി. എന്താ അതിന് തെളിവ്? നേരത്തെ ജൂത വംശഹത്യ നടക്കുന്ന ജർമ്മനിയിൽ നിന്നും ഹാപ്പി ജ്യൂസ് ഇമേജസ് വന്നതുപോലെ ഇവിടുന്ന് എന്ത് ചെയ്യാണ് കുറച്ച് ഫലസ്തീനികൾ എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യാണ്? അവരെ ഒന്നും ചെയ്യാത്ത ആളുകളാണ് ഈ ഇസ്രായേൽ സോൾജേഴ്സ്. അവരിങ്ങനെ ഇസ്രായേൽ സോൾജേഴ്സ് അടിച്ചാൽ പോലും അല്ലെ, ചിലപ്പം പറയും മൂക്കിൽ വിരലിട്ടാൽ പോലും അല്ലെങ്കിൽ വായിൽ വിരലിട്ടാൽ പോലും കടിക്കാത്തെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രൂപത്തിൽ ഒന്നും ചെയ്യാത്ത പാവങ്ങളാണ് ആര്? ഇസ്രായേൽ. ഫലസ്തീനികൾ അവിടെ പോയി അടിക്കുക, തൊഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ. എന്താ ഏതാനും കുറച്ച് ഇമേജസ്, ഒരു കുട്ടിയുടെ 1-2 ഇമേജസ്, അതെന്ത് ചെയ്യുന്നു? അത് പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ഹിറ്റ്ലർ ഉപയോഗിച്ചതുപോലെ. അതുപോലെ തന്നെ ഈ വംശഹത്യ ആസ്വാദകരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് കുറച്ച് ഡിസെപ്റ്റീവ് ആയിട്ടുള്ള ടെർമിനോളജീസ് ആണ്. ഇപ്പൊ ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടെർമിനോളജീസ് നമുക്ക് കാണാൻ പറ്റുക റീസെറ്റ്മെന്റ് ടു ഈസ്റ്റ് ഭാഗത്തേക്ക് റീസെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. എന്താ സംഭവം ചോദിച്ചാൽ ഡെത്ത് ക്യാമ്പുകളിലേക്ക്, ഈസ്റ്റ് ഭാഗത്താണ് ഡെത്ത് ക്യാമ്പുകൾ ഉള്ളത്, അവിടേക്ക് അവരെ പറഞ്ഞയക്കാൻ, കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് എന്താ പറയാ? റീസെറ്റിൽമെന്റ് എന്നാണ് പറയാ. അതേപോലെ തന്നെ ലേബർ ക്യാമ്പ്സ്, ഈ പറഞ്ഞ കൊല്ലാനുള്ള ക്യാമ്പുകളെ ലേബർ ക്യാമ്പുകൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവാക്യുവേഷൻ, ഒരു മാസ് മേർഡറിനെ ഇവാക്യുവേഷൻ എന്നൊക്കെ അങ്ങനെയുള്ള കുറച്ച് ടേംസ് വെച്ചിട്ടായിരുന്നു അന്നത്തെ വംശഹത്യ എങ്കിൽ ഇന്നത്തെ വംശഹത്യയും അതേ രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് അല്ലെ, പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്. ഇത് പലപ്പോഴും നിങ്ങൾ BBC അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗോള മീഡിയകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്
അതുപോലെ തന്നെ പിന്നെ കാണാൻ സാധിക്കുന്നത് വെച്ചാല് ഇസ്രയേലി സ്കിൽഡ്, ഏതെങ്കിലും കുറച്ച് ഇസ്രയേൽസ് ഏതെങ്കിലും അറ്റാക്കിൽ പിന്നെ മരണപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇസ്രയേലി സ്കിൽഡ്, അവർ കൊല്ലപ്പെട്ടു. ആൻഡ് ഫലസ്തീനിയൻസ് അല്ലെങ്കിൽ ഗാസൻസ് ഡെഡ്. 563 ഗാസക്കാർ മരിച്ചു, 2 ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു. ഇസ്രയേലികൾ കൊന്നതാണ്, പക്ഷെ ഗാസക്കാരെന്തോ പിന്നെ ആത്മഹത്യ ചെയ്ത മാതിരിയാണ് പറയാം. ഡെഡ് ആൻഡ് കിൽഡ്. ഇത് പലപ്പോഴും നമുക്ക് ന്യൂസിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള കുറച്ച് ടെർമിനോളജീസ് വെച്ചിട്ടാണ് അന്നും വംശഹത്യ ന്യായീകരിക്കുന്നവരും വംശഹത്യക്ക് വേണ്ടി സംസാരിക്കുന്നവരും സംസാരിച്ചിരുന്നത്. ഇന്നും അതേ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ തന്നെ ജർമ്മനിയിലൊക്കെ ജൂതന്മാരൊക്കെ വളരെ അടിപൊളിയായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്, യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ. എന്നിട്ടോ അതിലുള്ള ഏതെങ്കിലും ചില പിന്നെ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ട് എന്ത് പറയും, കണ്ടോ ഇവരിങ്ങനെ ചെയ്യുന്നു. ചില ഏതെങ്കിലും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ പ്രതികരിക്കാൻ ഏതെങ്കിലും ജൂതന്മാരൊക്കെ ശ്രമിച്ചാൽ അത് വലിയ വാർത്തയാക്കും. എന്നിട്ട് കണ്ടോ ഇവരിങ്ങനെ പ്രശ്നക്കാരാണ്, ഇവരിങ്ങനെ പ്രതികരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൊല്ലേണ്ടി വരുന്നത് എന്ന രൂപത്തിലുള്ള ന്യായങ്ങൾ അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ ഇവിടെ ആ ചരിത്രം ഇവിടെ വളരെ വിശദമായി കൊണ്ട് പറഞ്ഞു, ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ചരിത്രമാണ് ഫലസ്തീനിലേക്ക് ജൂതന്മാർ കുടിയേറുന്നതും അവിടെയുള്ള ഫലസ്തീനികളെ ആട്ടിയോടിക്കുകയും കൊല്ലാക്കൊല ചെയ്യുകയും തീവ്രവാദ സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് ഹെഗാനയും ഇർഗുനും പോലെയുള്ള തീവ്രവാദ സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ ഒരു തീവ്രവാദ രാഷ്ട്രം രൂപീകരിച്ചതും അതിനുശേഷം നിരന്തരമായി കൊണ്ട് ഫലസ്തീനികളെ ആക്രമിക്കുകയും അവരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ഇപ്പോ ഈ ഒക്ടോബർ 7 എന്നുള്ളതാണല്ലോ വലിയൊരു വിഷയം. ഒക്ടോബർ 7 ആ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ആയിരക്കണക്കിന് ഫലസ്തീനികൾ ഇസ്രയേലിൽ ബന്ദികളാണ്. നമ്മൾ ഈ വാർത്തയൊക്കെ വായിക്കുമ്പോൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നോക്കിയാൽ ആകെ 250 ബന്ദികളെ കുറിച്ച് നമ്മൾ കേൾക്കുള്ളൂ. ആയിരക്കണക്കിന് ഫലസ്തീനികൾ ഇപ്പോഴും ഇസ്രയേലിൽ ബന്ദികളാണ്. അപ്പോ എന്താണ്, ഒരു കൂട്ടർ അവരെ ബന്ദികളാക്കിയാലും പ്രശ്നമില്ല, അവരെ കൊന്നാലും പ്രശ്നമില്ല, അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല, ഇപ്പുറത്തുനിന്ന് എന്തെങ്കിലും ചെയ്താൽ അതാണ് വലിയൊരു പ്രശ്നം എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുക. അതിന്റെ കൂടെ ഈ ഫലസ്തീനികൾ അല്ലെങ്കിൽ ഈ ഇരയാക്കപ്പെടുന്ന ആളുകൾ അവർ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുകയായിരുന്നു എന്ന ഒരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറുഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു വാദം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു വാദം കൂടി നിങ്ങൾ കേട്ടോളൂ. ലാസ്റ്റ് സ്ലൈഡാണ് ഇത്. ഹിന്ദുവിൽ വന്ന റിപ്പോർട്ടാണ്. 2022 as early as 2022 more than 1.5 lakhs Palestinian were working in Israel. 1.5 ലക്ഷം പാലസ്തീനിയൻ ആണ് ഇസ്രായേൽ വർക്ക് ചെയ്യുന്നത് 2022 വരെ. അവരവിടെ ജോലി ചെയ്യാൻ പോവാണ്, ശമ്പളം മാറ്റിട്ട് തിരിച്ചു വരികയാണ്. മനസ്സിലായില്ല. 80% ഓഫ് ഓൾ എക്സ്പോർട്ട് വെന്റ് ടു ഇസ്രായേൽ. ഗാസയിലായാലും വെസ്റ്റ് ബാങ്കിലായാലും ഉണ്ടാകുന്ന ഉത്പാദനത്തിന്റെ 80% എക്സ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലിലേക്കാണ്. ഇസ്രായേലികളാണ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ഓവർ 60% ഗാസാസ് ഇലക്ട്രിസിറ്റി സപ്ലൈസ് ഇമ്പോർട്ടഡ് ഫ്രം ഇസ്രായേൽ. 60% ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇൻ ഗാസ 80% ഓഫ് ദ പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ഇന്റർനാഷണൽ അസിസ്റ്റൻസ്. അത് കഴിഞ്ഞാൽ 80% ആളുകൾ ഇന്റർനാഷണൽ അസിസ്റ്റൻസിലാണ്. ഇപ്പൊ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു വന്നത്, ഗാസൻസ് യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ട് സഹകരിച്ച് വ്യാപാരം നടത്തി ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തി ജോലി ചെയ്യാൻ പോയാണ് അവിടെ ജീവിക്കുന്നത്. ആ മനുഷ്യരുടെ ഇടയിലേക്കാണ് ഈ ഒക്ടോബർ 7 എന്ന് പറയുന്ന ഒരു സംഗതി വന്നത്. അല്ല, അവരിങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ ഈ പറയുന്ന വാട്ടർ നമ്മൾ പറയുന്നോണം കണ്ട ഉടനെ കടിച്ചു കീറുന്ന രീതിയിലല്ല. ഇത് കേട്ടാൽ തോന്നുന്നത് വെച്ചാൽ ഒക്ടോബർ 7 എന്ന് പറയുന്ന ഒരു ഡേറ്റിന് മുമ്പ് ഗാസക്കാരും ഇസ്രായേലും ഇങ്ങനെ അടയും ചക്കരയുമായി ഇങ്ങനെ അത്രയും സ്നേഹബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകളായിരുന്നു. പെട്ടെന്നൊരു ഒക്ടോബർ 7 സംഭവിച്ചു. അതോടുകൂടി ചരിത്രം മാറി മറിഞ്ഞു. ഇസ്രായേൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഇതാണ് തോന്നുക. ആ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കണം. ഗാസക്കാരായ ആളുകൾ അല്ലെങ്കിൽ ഫലസ്തീനികൾ അവർ ഇസ്രായേലിൽ ജോലിക്ക് പോയി. എന്താ കാരണം? അവർക്ക് വേറെ എവിടെയും പോകാൻ പറ്റൂല, വേറെ എവിടെയും പോകാൻ പറ്റൂല. എല്ലാ നിലക്കും അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടോ ഇസ്രായേലിൽ പോയി അവിടെയുള്ള 2ാം തരക്കാരായി അവിടെ പോയി ജോലി ചെയ്യുക എന്നല്ലാത്ത മറ്റൊരു ഓപ്ഷനും അവർക്കില്ല. പിന്നെന്താ, എല്ലാ എക്സ്പോർട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ഇസ്രായേൽ വഴിയാണ്. എന്താ കാരണം? കരവഴിയും അതുപോലെ തന്നെ പിന്നെ വായുമാർഗത്തിലും അതുപോലെ തന്നെ പിന്നെ വെള്ളം വഴിയും എല്ലാ നിലക്കും ഗാസക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ബ്ലോക്ക്ഡാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ലോകരാഷ്ട്രത്തിനും അവരെ സഹായിക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്താനോ ഒരു വഴിയുമില്ല. എല്ലാം പൂട്ടിക്കെട്ടിയതിനു ശേഷം പറയാണ് ഇതാ ഈ ഇസ്രായേലിലൂടെ മാത്രമേ പറ്റുള്ളൂ എന്ന് അവരെ നിർബന്ധിച്ചതിന് ശേഷം പറയാണ്, കണ്ടോ എല്ലാ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ഇസ്രായേൽ വഴിയാണ് എന്നുള്ളത്. അപ്പോ എല്ലാ നിലക്കും അതുകൊണ്ടാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത് ഗാസ ഇസ് ഓപ്പൺ എയർ പ്രിസൺ, ഒരു തുറന്ന ജയിലാണ് ഗാസ എന്ന് പറയാൻ കാരണം. ഒരു നിലക്കും
ലോകത്തിന് അവിടേക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ അവിടേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ സാധ്യമല്ലാത്ത രൂപത്തിൽ അവരെ ബ്ലോക്ക് ചെയ്യുക. എന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് ഇസ്രായേൽ വഴി, ഇലക്ട്രിസിറ്റിന്റെ കാര്യം പറഞ്ഞു, എന്തുണ്ടെങ്കിലും അത് ഇസ്രായേൽ വഴി മാത്രം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി. എന്നിട്ട് പറയാണ്, കണ്ടോ ഞങ്ങൾ പിന്നെ ഇസ്രായേലികൾ ആണ് ഇതെല്ലാം ചെയ്തത് കൊടുത്തത്, അല്ലെങ്കിൽ ഇസ്രായേലികൾ അത്രമേൽ ഗാസക്കാരെ ട്രീറ്റ് ചെയ്യായിരുന്നു, അവരെ നല്ല രൂപത്തിൽ പരിഗണിക്കായിരുന്നു എന്നൊക്കെ പറയാം. ഇത് വേണമെങ്കിൽ ഹിറ്റ്ലറിനും പറയായിരുന്നു, ഞങ്ങൾ ജൂതന്മാർക്ക് ഞങ്ങളാണ് ഫുഡ് കൊടുക്കുന്നത്, ഞങ്ങളാണ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയായിരുന്നു. കാരണം കോൺസെൻട്രേഷൻ ക്യാമ്പിലും ഇലക്ട്രിസിറ്റിയും ഫുഡൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഈ രൂപത്തിലാണ് വംശഹത്യ ന്യായീകരണങ്ങൾ പോകുന്നത്. ഇനി അടുത്ത ന്യായം നോക്കുക. ഇതെല്ലാം ഒരേ പാറ്റേണിലാണ് പോകുന്നത്. ഭക്ഷണം കൊടുക്കുന്ന വംശഹത്യ. ഈ ഫലസ്തീനികളായ ആളുകൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും ഇസ്രായേലാണ്. അതിന്റെ ന്യായം കേട്ടോളൂ. അവരുടെ ജീവിതം ഏതാണ്ട് വല്ലാത്തൊരു തുറന്ന ജയിൽ. ഓക്കെ, ഒരു മിനിറ്റ്, അത് വിട്ടുപോയതാണ്. ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒക്ടോബർ 7-നാണ് ഈ ചരിത്രം മുഴുവൻ തുടങ്ങിയത് എന്ന് ഇപ്പോൾ ഈ വംശഹത്യ തുടങ്ങിയതിനു ശേഷം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ രൂപത്തിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ഈ സംഭവം ഉണ്ടായ ആ ഒരു സമയത്ത് ഇതിന്റെ ചരിത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ആ സമയത്ത്, അതായത് ഒക്ടോബർ 7-ന് ആക്രമണം നടന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രത്യാക്രമണം നടന്നതിന് ശേഷം അതിനെ വിശദീകരിച്ചുകൊണ്ട് എന്തായിരുന്നു ഗാസയുടെ സ്ഥിതി എന്നുള്ളത് തൊട്ടുമുമ്പ് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഗാസക്കാർക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതും എല്ലാം ഇസ്രയേലികളാണ്, ഇസ്രയേല് പൊന്നുപോലെ ഗാസയെ നോക്കുകയായിരുന്നു എന്നൊക്കെ രൂപത്തിൽ പറഞ്ഞ ആളുകൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സമയത്ത് അതിനെ വസ്തുനിഷ്ഠമായി വിശദീകരിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ വസ്തുത പറയുന്ന ഭാഗം കൂടി നിങ്ങൾ കേട്ടോളൂ. അവരുടെ ജീവിതം ഏതാണ്ട് വല്ലാത്തൊരു തുറന്ന ജയിൽ പോലെയാണ് ഗാസ ഉള്ളത്. സമുദ്രമാർഗത്തായാലും എയർ ആയാലും കരയായാലും അവർക്ക് പുറത്തേക്ക് ബന്ധപ്പെടാനോ ഒന്നും കഴിയില്ല. അതൊരു ഇസ്രായേൽ അധിനിവേശ പ്രദേശം തന്നെയാണ് ഗാസ. ഇത്രയധികം ജനസംഖ്യ, വലിയൊരു ജനസംഖ്യ, 20 ലക്ഷത്തോളം വരുന്ന ഒരു ജനസംഖ്യ അവിടെയുണ്ട്. അവരുടെ മുഴുവൻ കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ എക്കോണമി ആയാലും എല്ലാം തന്നെ വളർച്ച മുരടിച്ച അവസ്ഥയിലാണ്. ഇസ്രയേലില് അവിടെ നിന്ന് ഒക്യുപ്പേഷൻസ് ഒക്കെ 2005 ഒഴിഞ്ഞു പോയിട്ടുണ്ട്. 2500 കുടുംബങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇസ്രയേലിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അധിനിവേശം അവിടെ ഏതാണ്ട് സമ്പൂർണ്ണമാണ്. പിന്നെ മാത്രമല്ല വളരെ ചെറിയൊരു സ്ഥലമാണ്, നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു 2 താലൂക്ക് ചേരുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. മെഡിറ്ററേനിയൻ സീയും ഇപ്പുറത്ത് സിനായ് പെനിൻസുലയും ഇപ്പുറത്ത് ഇസ്രയേലും, മുകളിലും നോർത്തിലും ഈസ്റ്റിലും ഇസ്രയേലാണ് വരിക. ഒരു ചെറിയൊരു വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ ഗാസ. ഇപ്പോൾ ഇത് എല്ലാവർക്കും ഒരുപക്ഷെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇസ്രയേലിനുണ്ടായ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ വലിയ തോതിൽ ഇസ്രയേലിൻ്റെ അതിൻ്റെ 1967 ശേഷം ഇസ്രയേൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നൊക്കെയുള്ള രീതിയിൽ പത്രങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം അന്ന് വളരെ കൃത്യമായിട്ട് എന്താണ് ഗാസയുടെ അന്നത്തെ അവസ്ഥ, എങ്ങനെയാണ് ആ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത്, ഇപ്പോഴും ഇസ്രായേലിന്റെ ഒരു അധിനിവേശ പ്രദേശമായി തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം വംശഹത്യയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയാണ് ഗാസയും ഇസ്രായേലും ഒക്കെ അത്രയും സ്നേഹത്തിൽ ജീവിച്ചതായിരുന്നു, എല്ലാ നിലക്കും ഡിപ്പെൻഡന്റ് ആയി പോവുമായിരുന്നു, അപ്പോഴാണ് ഈ ഒക്ടോബർ 7 വന്നത് എന്നുള്ളത് ഇപ്പോൾ വംശഹത്യയെ ന്യായീകരിക്കാൻ വേണ്ടി പറയാണ്. അതേപോലെ തന്നെയാണ് വംശഹത്യ നടത്തുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതായത് ഇസ്രായേലാണ് ഗാസക്കാർക്ക് ഭക്ഷണം പോലും കൊടുക്കുന്നത്, അത്രയും സ്നേഹമാണ് ഇസ്രായേലിന് പിന്നെ ഗാസക്കാരോട്, അതുകൊണ്ട് ഒരിക്കലും വംശഹത്യ ആവുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ന്യായീകരണം കേട്ടോളൂ. ഇനി മൂന്നാമത്തെ കാര്യം അബ്ദുള്ള സഹോദരൻ മനസ്സിലാക്കേണ്ടത്, പാലസ്തീനി ജനതയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള എയ്ഡ് അവിടെ ലഭ്യമാക്കുന്നത് പ്രാഥമികമായിട്ടും ഇസ്രായേൽ തന്നെയാണ്. നിങ്ങൾ അവിടെയുള്ള ആൾക്കാരുടെ ആരോഗ്യ പരിപാലനത്തിനോ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനോ വേണ്ടിയിട്ടൊന്നും തന്നെ ശ്രമിക്കുക എന്നത് വംശഹത്യയുടെ സ്വഭാവത്തിലുള്ളതല്ല എന്നുള്ളത് ഈ സഹോദരൻ മനസ്സിലാക്കണം. ഗാസക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത് ഇസ്രായേലാണ്. ഇതും എങ്ങനെയാണ്? ഗാസയിലേക്ക് വരുന്ന എല്ലാ എയ്ഡും തടഞ്ഞു. അവിടെ പിന്നെ ഈജിപ്ഷ്യൻ ബോർഡറിൽ ടൺ കണക്കിന് ഭക്ഷണം അവിടെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ഇസ്രായേൽ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ സമ്മതിക്കുന്നില്ല. മറ്റ് ലോക രാജ്യങ്ങൾക്കൊന്നും ഇസ്രായേലിലേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ പറ്റൂല. അങ്ങനെ എല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇസ്രായേൽ പറയാണ്, നിങ്ങൾ ആരും ഇവിടേക്ക് ഭക്ഷണം എത്തിക്കേണ്ടതില്ല, നിങ്ങൾ ആരും ഇവിടേക്ക് മരുന്ന് എത്തിക്കേണ്ടതില്ല. അങ്ങനെ ബ്ലോക്ക് ചെയ്തു. അവിടെയുള്ള ഗാസക്കാരായ ആളുകൾ പട്ടിണി കിടന്നു. UN പോലും പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയതാ. ഇനിയും ഈ പട്ടിണി തുടർന്നു പോവുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് 40,000-ഓളം ആളുകൾ മരണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയേക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഗാസക്കാരെ പട്ടിണി കിട്ടും. അങ്ങനെ പട്ടിണി കിട്ട ശേഷം ഇസ്രായേൽ പ്രഖ്യാപിക്കുകയാണ് ഒരു GHF, ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ.
ആ GHF വഴി എന്ത് ചെയ്യും, ഈ വംശഹത്യ ചെയ്യുന്ന ഞങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കും. എന്നായിക്കോട്ടെ, അങ്ങനെങ്കിലും ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റൂല. ആ GHFിലേക്ക്, ആ എയ്ഡ് സെന്ററുകളിലേക്ക് വരുന്ന ഗാസക്കാരായ ആളുകളെ എന്ത് ചെയ്യാം, ഒരു 1000-ഓളം ആളുകളെയാണ് വെടിവെച്ച് കൊന്നത്. എന്ന് വെച്ചാൽ ഗാസക്കാർക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ പട്ടിണി കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ ഈ വംശഹത്യ ചെയ്യുന്ന ഇസ്രയേൽ ഒരുക്കിയിട്ടുള്ള എയ്ഡ് സെന്ററിലേക്ക് പോവുക. അവിടെ ഒന്നുകിൽ ചിലപ്പം ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ വെടികൊണ്ട് മരിക്കും. ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തത്, ഇത് നമ്മൾ വെറുതെ പറയുന്നല്ല, UN അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. UN പറഞ്ഞത്, UN ഈ GHFനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഡെത്ത് ട്രാപ്പ് എന്നാണ്, മരണക്കെണി. കാരണം പട്ടിണി കിടന്ന് മരിക്കാൻ വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് നമ്മൾ വെറുതെ പറയുന്നതല്ല, കൃത്യമായി UN തന്നെ പറയുന്നതാണ്. അതിന്റെ ഒരു ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾ കണ്ടോളൂ. This video footage shows the scenes on Saturday at the Al-Shakush food distribution site in Rafah, run by the notorious Gaza Humanitarian Foundation. Israeli soldiers are firing close to a large crowd of people outside the site, trying to enter into the long queue to reach where the food is handed out. The panic is visible, so is the utter desperation. The food runs out before most of the crowd are able to get anything to eat for themselves or their families. And by the end of every day like this, dozens end up dead or wounded. Many return empty-handed. Torn between being glad they escaped death and being sad they couldn't secure a desperately needed portion of food, the lack of which, after Israel's months-long blockade, has caused widespread malnutrition in the Strip. It's been a disaster on all fronts of what's happening in Gaza, and one can only wonder at what the strategy is here by the Israelis. I can say that any tactical gains that the Israelis have made militarily in Gaza are being erased by what we're seeing on a daily basis and are highly counterproductive. Look, the essence of effective counterinsurgency is to win the hearts and minds of the population, and we see day after day that's not what's happening, and that's not what the Israelis are even attempting. So it's head-scratching, to say the least. More than 830 Palestinians have been killed trying to get food since the GHF began operating in May. Meanwhile, the Israeli army continues to bomb Gaza from north to south. It has bombed and blown up the Saudi neighborhood in Rafah, south of the Gaza Strip. In Al-Nusayrat, the Israeli army bombed a water truck and killed its driver. Gaza's health authorities say several dozen people were killed on Monday. Intense fighting took place in Khan Yunis to the south and in the northeastern refugee camp of Shuja'iyya. That's where Israel says several of its soldiers were killed and many others wounded in an ambush mounted by the Al-Qassam brigades, the military wing of Hamas. Israeli sources say the army activated the so-called Hannibal Directive to abort an attempt by Hamas to capture one of its soldiers. Israeli army helicopters were seen operating in the area. Since early last month, Hamas and Islamic Jihad fighters have increased their attacks on Israeli forces. These have led to the death of more than 30 Israeli soldiers in just 6 weeks. Mohammed Val, Al Jazeera. അപ്പോൾ ഇതിനെയാണ് പറഞ്ഞത്, ഇസ്രയേലാണ് ഭക്ഷണം കൊടുക്കുന്നത്, അത്രയും സ്നേഹമുള്ള ഇസ്രയേലിന് എങ്ങനെയാണ് വംശഹത്യ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റുക. അപ്പൊ ഇങ്ങനെയുള്ള ഡെത്ത് ട്രാപ്പുകൾ, അപ്പൊ ഈ രൂപത്തിലാണ് വംശഹത്യയുടെ ന്യായീകരണങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഒന്ന് ചുരുക്കുകയാണ്. അതേപോലെ തന്നെ ഇവർ ചില തെളിവുകൾ മുന്നോട്ട് വെക്കും. എങ്ങനെയാണ് ഇവരുടെ തെളിവുകൾ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇവർ തെളിവുകളെ എടുക്കുക? അപ്പൊ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പല ആളുകളും പറയും, ഈ ഗാസയിൽ നടക്കുന്നത് ഓക്കെ, അവിടെ കുറെ ആളുകൾ മരിച്ചിട്ടുണ്ട്, അതിലൊക്കെ നമുക്ക് സങ്കടമൊക്കെ ഉണ്ട്, പക്ഷെ അത് വംശഹത്യ എന്നൊന്നും പറയാൻ പറ്റൂല, അതിനെ ജനോസൈഡ് എന്നൊന്നും പറയാൻ പറ്റൂല എന്നുള്ള രൂപത്തിൽ വാദിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനികൾ അല്ലെങ്കിൽ ഫലസ്തീനിയൻ മിലീഷ്യാസ്, ഹമാസ് ആകട്ടെ അല്ലെങ്കിൽ ഇസ്ലാമിക് ജിഹാദ് ആകട്ടെ, വേറെ ഏതെങ്കിലും മിലീഷ്യാസ്, അവർ ചെയ്യുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ അത് അവരെന്തെങ്കിലും ചെയ്തു എന്നുള്ളതിന് എന്ത് ചെയ്യാം, ഇവർക്ക് ചില തെളിവുകളുണ്ട്. ആ തെളിവുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫലസ്തീനികൾക്കെതിരെ ഇവരെ എങ്ങനെയാണ് തെളിവ് പറയുന്നത് എന്നുള്ളതിന്റെ അതിന്റെ സോഴ്സ് നിങ്ങളൊന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ആ സോഴ്സ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അതായത് ഫലസ്തീനികൾ പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ വംശഹത്യ ആസ്വാദകരായ ആളുകൾ അവർ പറയുന്ന ഒരു തെളിവ് നിങ്ങൾ കേട്ടോളൂ. എവിടെ നിന്നാണ് അവർ ഉദ്ധരിക്കുന്നത് എന്നുള്ളത് ശരിക്കും കേൾക്കാം. നോക്കുക, ആംനസ്റ്റി ഇന്റർനാഷണൽ റോക്കറ്റ് ആൻഡ് മോർട്ടാർ അറ്റാക്ക് അഗെയിൻസ്റ്റ് ഇസ്രായേൽ ബൈ ഡേറ്റ് ഒക്ടോബർ 7 മുതൽ 31 വരെ 8500 റോക്കറ്റാണ് ഇസ്രായേലിലേക്ക് വിട്ടത്. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആകെ ഇച്ചിരി കുറച്ച് സ്ഥലമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് മുതൽ തൃശ്ശൂർ, ആലപ്പുഴ വരെയുള്ള സ്ഥലം അത്രേ ഉള്ളൂ. അതിനകത്ത് തന്നെ ഒരു 50% മരുഭൂമിയാണ്, നഗേവ് മരുഭൂമി. അവിടെയാണ് അവർ ആണവ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അവർ ബാക്കിയുള്ള സ്ഥലത്തേക്കാണ് ഈ റോക്കറ്റ് അങ്ങ് വിടുന്നത്. അപ്പോൾ 8000-ഓളം റോക്കറ്റുകൾ ഹമാസ് വിട്ടു എന്നുള്ളതിന്റെ തെളിവെന്താ? അത് അവർ ഫലസ്തീനികൾക്കെതിരായിട്ട് പറഞ്ഞൊരു തെളിവാണ്. അതിനുള്ള തെളിവ് ആംനസ്റ്റി ഇന്റർനാഷണലാണ്. ആ ആംനസ്റ്റി നമുക്ക് തെളിവാക്കി എടുക്കാൻ പറ്റുമോ? പറ്റുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഈ വംശഹത്യ ആസ്വാദകരായ ആളുകൾ അതിനെ തെളിവ് ഉദ്ധരിക്കുന്നത്. എങ്കിൽ അതേ ആംനസ്റ്റി പറഞ്ഞ എന്താ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആംനസ്റ്റി ഇന്റർനാഷണൽ ഇൻവെസ്റ്റിഗേഷൻ കൺക്ലൂഡ്സ് ഇസ്രായേൽ ഈസ് കമ്മിറ്റിംഗ് ജനോസൈഡ് അഗൈൻസ്റ്റ് പലസ്തീനിയൻസ് ഇൻ ഗാസ. ഇതേ ആംനസ്റ്റി, അതായത് ഈ വംശഹത്യ ആസ്വാദകരായ ആളുകൾ അവർ ഫലസ്തീനികൾക്കെതിരായി തെളിവുദ്ധരിച്ച അതേ ആംനസ്റ്റി പറയുന്നത് എന്താണ്? ഈ ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ ചെയ്യുന്നുണ്ട്. UN അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ടുകൾ ഒക്കെ വംശഹത്യയാണ് അല്ലെങ്കിൽ വംശഹത്യയിലേക്ക് നയിക്കുന്നതാണ് എന്നൊക്കെ അതൊന്നും എടുക്കാൻ പറ്റൂല. ഇവരുദ്ധരിക്കുന്ന ആംനസ്റ്റിയെ തന്നെ എടുക്കാൻ പറ്റൂല. അപ്പോഴെന്താകും? ആംനസ്റ്റി ഹമാസ് ആകും, UN ഹമാസ് ആകും. അങ്ങനെയുള്ള ബാക്കിയൊന്നും തെളിവായിട്ട് എടുക്കൂല. എന്ന് വെച്ചാൽ ഇവർ തീരുമാനിച്ചൊരു നറേറ്റീവ് ഉണ്ട്, അതിനനുകൂലമായി മാത്രം അവർക്ക് വേണ്ട ചെറിപ്പിക്ക് ചെയ്ത ചില തെളിവുകൾ എടുക്കുക എന്നുള്ളതാണ് വംശഹത്യ ആസ്വാദകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പിന്നെ പറയുന്ന ഒരു സ്ഥിരം നുണകൾ, അത് ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഒന്നാമത്തത്, ഫലസ്തീൻ എന്ന രാഷ്ട്രം തന്നെ ഉണ്ടായിരുന്നില്ല, ഇസ്രായേലാണ് ആദ്യം ഉണ്ടായത് എന്നതടക്കം പറയുന്ന ആളുകൾ. ഇവിടെ നേരത്തെ പിന്നെ ചരിത്രം വിശദീകരിക്കപ്പെട്ടതായതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എങ്ങനെയാണ് ഫലസ്തീനികളെ അവരുടെ നാട്ടിൽ നിന്നും ഓടിച്ചുകൊണ്ട് അവരുടെ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും അഭയാർത്ഥികളായി കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ നേരത്തെ ചരിത്രം വായിച്ചതാണ്. മാത്രമല്ല, കോയിൻസ് പോലും നമുക്ക് കാണാൻ സാധിക്കും. പലസ്തീൻ കോയിനുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് പാസ്പോർട്ടിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? പലസ്തീൻ എന്നുള്ളത് തന്നെ എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കും. പാസ്പോർട്ടിൽ പലസ്തീൻ പാസ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിസയിൽ, ഫ്രഞ്ച് വിസയാണ് ഇവിടെ ഞാൻ തെളിവായി കൊടുത്തിട്ടുള്ളത്, അതിൽ വിസയിലടക്കം ഫലസ്തീൻ വിസ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ തെളിവുകൾ എല്ലാ നിലക്കും അവിടെ ഫലസ്തീൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഈ തെളിവുകളൊന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാനത് ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ രൂപത്തിൽ പച്ചയായ നുണകൾ പറയുക. അതേപോലെ തന്നെ പിന്നെ പറയുന്ന പ്രധാന ഒരു നുണ എന്താണെന്ന് ചോദിച്ചാൽ, വളരെ ന്യായമായ ഒരു വിഭജനം നടന്നു. ഇപ്പൊ നമ്മൾ പറയും ഗാസ അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് അത് തന്നെ ഇപ്പോൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവിടേക്ക് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. 1948 വളരെ ന്യായമായ ഒരു വിഭജനം നടന്നിരുന്നു. ആ ന്യായമായ വിഭജനം അറബികൾ അംഗീകരിക്കാത്തത് കൊണ്ടല്ലേ, ഫലസ്തീനികൾ അംഗീകരിക്കാത്തത് കൊണ്ടല്ലേ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് എന്ന ഒരു വാദം കൂടി പറയാറുണ്ട്. ആ വാദം കൂടി അവർ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. അങ്ങനെ പേപ്പറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി പേപ്പറിലുള്ള നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതെടുത്തൂടെ? ഇത് 1947 പീൽ കമ്മീഷൻ റിപ്പോർട്ടാണ്. പീൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് നോക്കി ഈ പച്ചയെല്ലാം അറബാണ്. നോക്കൂ, 80% അറബുകൾക്കും 20% പോലും ഇല്ല ജൂതന്മാർക്ക്. ബാക്കിയെല്ലാം ജെറുസലേം ബ്രിട്ടന്റെ കീഴിൽ. ആ രീതിയിലാണ് ഡിവൈഡ് ചെയ്തത്. അറബികൾക്ക് അത് വേണ്ട 37. ഇനി 39 വുഡ്ഹെഡ് കമ്മീഷൻ നോക്കൂ. അതില് ABC എന്ന് പറഞ്ഞ് 3 വരച്ചിട്ട് കൊടുത്തു. ഇതിൽ ഏതെങ്കിലും എടുക്കാൻ അറബുകളോട് പറഞ്ഞു. അവർ 3 എടുത്തില്ല. അല്ല, ആദ്യത്തെ നോക്കുക, 20% താഴെ ഉള്ളൂ ജൂതന്മാർക്ക്. 15%, 1585 എടുത്തില്ല. അടുത്ത നോക്കൂ, 12 or 10%, 12% ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ B, അതും എടുത്തില്ല. സീല നോക്കുക, മൂന്നാമത്തെ, കഷ്ടിച്ച് 10% ജൂതന്മാർക്ക്. ബാക്കി അറബും ബ്രിട്ടീഷുകാരും എടുത്തില്ല. ഇതിൽ ജൂതന്മാർ ഇതിൽ ആദ്യത്തെ സമ്മതിച്ചാണ് കേട്ടോ. അതില് അവർ സമ്മതിച്ചാണ്. അതായത് 90-10 വരെയൊക്കെ പറഞ്ഞിട്ട് പോലും കൊടുക്കാതിരുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ 1947 54-46 ഇനി 1945 ആംഗ്ലോ അമേരിക്കൻ പാർട്ടീഷൻ നോക്കൂ. അതിനകത്ത് നോക്കിയാലും ഈ അറബാണ് ഈ കാണുന്ന നിറം. അവർക്ക് വേണ്ട 80%-ലേറെ കൊടുക്കാന്ന് പറഞ്ഞു. അവരെടുത്തില്ല. അവർ പറയുന്നത് ജൂതന്മാരും പാടില്ല, അവരുടെ രാജ്യവും പാടില്ല. ഇതാണ് അവരുടെ സ്റ്റാൻഡ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ വരെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മാപ്പ് വരച്ചിട്ടുണ്ട്, എന്നിട്ടും എടുത്തില്ലല്ലോ എന്നാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഈ പറയുന്ന ആളുകൾക്ക് തന്നെ ചിന്തിച്ചാൽ മതി, എന്താ 90% അറബികൾക്കും 10% ജൂതന്മാർക്കും കൊടുക്കുന്ന രൂപത്തിൽ മാപ്പ് വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ തെളിവാണെന്ത്, അവിടെയുള്ള ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ ആ നാട്ടുകാരെന്ന് പറയുന്നത് ഫലസ്തീനികളായതുകൊണ്ടാണ്. ആ നാട്ടിൽ ഫലസ്തീനികൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടേതാണ് നാട് എന്നുള്ളത് കൊണ്ടാണ്
ആദ്യത്തെ മാപ്പുകളിൽ അല്ലെങ്കിൽ ആദ്യത്തെ പീൽ കമ്മീഷനിലടക്കം 90-10 അതുപോലെ തന്നെ 80-20 ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോ പിന്നെ ചോദ്യം, എന്നാ പിന്നെ അത് അന്ന് അംഗീകരിച്ചാൽ പോരായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കുക. മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ മറ്റൊരു ജനത വന്നിട്ട് നമ്മുടെ നാട്ടിൽ കുറെ ലാൻഡ് വാങ്ങുകയാണ്, എന്നിട്ട് പറയണം ഒരു 20% ഞങ്ങൾക്കൊരു രാജ്യം ഉണ്ടാക്കാൻ തന്നാൽ മതി. ഒന്നും വേണ്ട, നമ്മുടെ കേരളത്തിലേക്ക് ഏതെങ്കിലും കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മുടെ പിന്നെ കോഴിക്കോടും അല്ലെങ്കിൽ കണ്ണൂരും അങ്ങനെ മലബാർ ഭാഗത്ത് കുറച്ച് പിന്നെ ലാൻഡൊക്കെ വാങ്ങി ഞങ്ങൾ ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? ഇല്ല. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ മണ്ണാണ്. ആ നമ്മുടെ മണ്ണിൽ 10% പോയിട്ട് 20% പോയിട്ട് അവിടെ 1% പോലും മറ്റൊരു രാജ്യമാക്കി കൊടുക്കുക അല്ലെങ്കിൽ മറ്റൊരാളുകൾക്ക് എഴുതി കൊടുക്കുക എന്നുള്ളത് ആ നാടിന്റെ മക്കൾക്ക്, ആ മണ്ണിന്റെ മക്കൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഫലസ്തീനികൾ അന്ന് റിജക്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ വന്ന അത് സയനിസ്റ്റുകളും റിജക്ട് ചെയ്തിരുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള മാപ്പുകൾ 45-55 ആണെങ്കിലും അതിനുശേഷം 67 ബോർഡറുകളാണെങ്കിലും എന്തുകൊണ്ട് അറബികൾ അത് അംഗീകരിച്ചില്ല? അറബികളെ സംബന്ധിച്ചിടത്തോളം ആ നാട് മുഴുവൻ അവരുടേതാണ്, ആ മണ്ണ് മുഴുവൻ അവരുടേതാണ്. അതിൽ നിന്നും 45% ഈ സയനിസ്റ്റുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് തന്നെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഭീകരരാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ നാടിന്റെ അവകാശികളെ സംബന്ധിച്ചിടത്തോളം അവരത് അംഗീകരിക്കുകയില്ല എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു യുക്തിയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകൾ മൊത്തം മാറ്റി കൊണ്ടാണ് ആദ്യമേ അന്നേ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അന്ന് അത് അറബികൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ് എന്ന നിലക്കുള്ള ന്യായങ്ങൾ പറയുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ഒരു ന്യായം കൂടി കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ എന്നുവെച്ചാൽ യാതൊരു നിലക്കും യുക്തിയുമായോ അല്ലെങ്കിൽ സാമാന്യ ബോധ്യവുമായോ ഒരു നിലക്കും ബന്ധമില്ലാത്ത ഒരുപാട് വാദങ്ങൾ ഇങ്ങനെ പറയാം. എന്തിനു വേണ്ടിയിട്ടാ? 69,000-ഓളം ആളുകളെ കൊന്നത് ന്യായീകരിക്കാൻ വേണ്ടി. അതിന്റെ കൂടെ പറഞ്ഞ ചരിത്രപരമായ മറ്റൊരു ബ്ലണ്ടർ കൂടി നിങ്ങൾ കേൾക്കുക. ഇപ്പോ നമ്മൾ പറയുന്നത് ഈ സയനിസ്റ്റുകൾ അവിടെ വംശഹത്യ ചെയ്യാണെന്നാണല്ലോ. അങ്ങനെയൊന്നല്ല, നേരെ തിരിച്ചാണ്. മുസ്ലിങ്ങളാണ് എന്ത് ചെയ്തത്? ജൂതന്മാരെ വംശഹത്യ ചെയ്തത്. അതിനുള്ള തെളിവുകൾ കൂടി നിങ്ങൾ കേട്ടോളൂ. മൊറോക്കോയിൽ 1948 2,65,000 ജൂതന്മാരുണ്ടായിരുന്നു. 2017 2,000 ജൂതന്മാരേ ഉള്ളൂ. അൾജീരിയയിൽ 1948 1,40,000 പേരുണ്ടായിരുന്നു. 2017 50 പേരാണുള്ളത്. ടുണീഷ്യ 1948 1,05,000, ഇപ്പൊ 1,700. ലിബിയ 1948 38,000, ഇപ്പൊ 0. സിറിയ 1948 30,000 ജൂതന്മാരുണ്ടായിരുന്നു, ഇപ്പൊ 100 ജൂതന്മാർ. ലെബനനിൽ 1948 24,000 ജൂതന്മാരുണ്ടായിരുന്നു, ഇപ്പൊ 100 ജൂതന്മാർ. ഇറാനില് 1,00,000 ജൂതന്മാരുണ്ടായിരുന്നു 1948, ഇപ്പോ 9,800. 2016 ഇപ്പൊ അത്രയും പോലും ഇല്ല. ഇറാഖില് 1,50,000 ഉണ്ടായിരുന്നു, ഇപ്പൊ 10 പേരാണുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ 5,000 പേരുണ്ടായിരുന്നു, ഇപ്പം ആരും ഉള്ളതായിട്ട് അറിയില്ല. പാകിസ്ഥാനിൽ 2,000 പേരുണ്ടായിരുന്നു, ഇപ്പൊ 745 ഫാമിലീസ് ഉള്ളതായിട്ട് പറയുന്നു. ഒമാൻ 5,000 ഉണ്ടായിരുന്നു, ഇപ്പൊ 0. ഏഡൻ 1,000 ഉണ്ടായിരുന്നു, ഇപ്പൊ യമന്റെ കൂടെയാണ്. ബഹറിൽ 1,500 ഉണ്ടായിരുന്നു, ഇപ്പൊ 35. യമനിൽ 6,300 ഉണ്ടായിരുന്നു, ഇപ്പൊ 50. ജൂതന്മാരെ എല്ലാം പറഞ്ഞിട്ട് ഇവർ അബ്സോർവ് ചെയ്തു. ഇവിടുന്ന് അറബികൾ അങ്ങോട്ട് പോയി, ഇവരെടുത്തില്ല. ഇതാണ് ഒരു നട്ഷലിൽ അതിന്റെ കാര്യം. ഇങ്ങനെ തന്നെയാണ് നമുക്ക് വേണം. കൊച്ചി അല്ലെ, കൊച്ചിയിൽ ഒരു ജൂത തെരുവുണ്ടായിരുന്നു. ജൂത തെരുവിൽ അല്ലെങ്കിൽ ആ കൊച്ചിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മട്ടാഞ്ചേരി ഭാഗത്തൊക്കെ ഒരുപാട് ജൂതന്മാരുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ പോയ എത്ര ഉണ്ടാവും? 0. അപ്പൊ എന്താ? കൊച്ചിയിൽ ജൂത വംശഹത്യ നടന്നു. മുംബൈ, അതുപോലെ തന്നെ കൊൽക്കത്ത, ഇങ്ങനെയുള്ള ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ജൂതന്മാരുണ്ടായിരുന്നു. ആ ജൂതന്മാർ ഇപ്പൊ ഇവിടെ, ഇപ്പൊ നമ്മൾ കണക്കെടുത്ത് നോക്കണമെങ്കിൽ അന്ന് 1,000 ഉണ്ടായിരുന്നു, ഇന്ന് 0. അന്ന് 10,000 ഉണ്ടായിരുന്നു, ഇന്ന് 0. അതുകൊണ്ട് എന്താ? കൊച്ചിയിലും അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ ജൂത വംശഹത്യ നടന്നു. പറയാൻ പറ്റുമോ? എന്താ സംഭവം? ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ രാജ്യത്തിന്റെ മാതൃരാജ്യത്തെക്കാൾ ഒരു മതരാജ്യം ഉണ്ടാക്കിയപ്പോൾ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നടക്കം അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്തു? അവരവരുടെ മാതൃരാജ്യത്തെ തള്ളിപ്പറഞ്ഞു അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ മതരാജ്യത്തിലേക്ക് കുടിയേറി. ഇതാണ് സംഭവിച്ചത്. അത് ഇറാഖിൽ നിന്ന് കുടിയേറിയിട്ടുണ്ട്, സൗദി അറേബ്യയിൽ നിന്ന് കുടിയേറിയിട്ടുണ്ട്, ഇറാനിൽ നിന്ന് കുടിയേറിയിട്ടുണ്ട്, സിറിയയിൽ നിന്ന് കുടിയേറിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ കുടിയേറിക്കൊണ്ട് ഈ കുടിയേറുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ കുടിയിറങ്ങുമ്പോൾ അവിടെയുള്ള ജനസംഖ്യ കുറയും. ആ ജനസംഖ്യ കുറഞ്ഞ കണക്കെടുത്തിട്ട് പറയാണ്, കണ്ടോ സിറിയയിൽ പണ്ടിത്ര ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്രയാണ്. അതുകൊണ്ട് അവിടെ ജനോസൈഡ് നടന്നു, വംശഹത്യ നടന്നു, മുസ്ലിങ്ങളാണ് വംശഹത്യ നടത്തിയത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇത് ഒരു മിനിമം കോമൺ സെൻസ് ഉള്ള ഒരല്പം ചരിത്രബോധമുള്ള ആള് കണ്ടാൽ ചിരിക്കുന്ന തരത്തിലുള്ളതാണ്. ഇങ്ങനെയുള്ള അനവധി ന്യായങ്ങളാണ് വംശഹത്യയെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.
അപ്പോൾ ഇതാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കമന്റുകളായിക്കൊണ്ട് അതുപോലെ തന്നെ ഫേക്ക് ഐഡികളുടെ കമന്റുകളായിക്കൊണ്ടൊക്കെ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ചില ന്യായങ്ങളുടെ ചില സാമ്പിളുകൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. വളരെ വിശാലമായ ഒരു വിഷയത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ ഒന്ന് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ഓടിച്ചു പോയി എന്ന് മാത്രം.